ഭാര്യാമാതാവിന്റെയും ഭാര്യാ സഹോദരന്റെയും വീടുകൾ തീവെച്ച് നശിപ്പിച്ച പ്രതിപിടിയിൽ. ഇടുക്കി പൈനാവ് 56 കോളനിയിൽ കൊച്ചുമലയിൽ അന്നക്കുട്ടി, മകൻ പ്രിൻസ് എന്നിവരുടെ വീടുകൾക്കാണ് നിരപ്പേൽ സന്തോഷ് തീവെച്ചത്. അന്നക്കുട്ടിയെയും ചെറുമകനെയും തീകൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും സന്തോഷ് പ്രതിയാണ്. ഭാര്യ വിവാഹമോചനം ആവശ്യപ്പെട്ടതാണ് ആക്രമണത്തിന് കാരണമെന്ന് സന്തോഷ് പോലീസിന് മൊഴി നൽകി. ഡീസലിൽ മുക്കിയ പന്തത്തിന് തീ കൊളുത്തി സന്തോഷ് വീടുകൾക്ക് നേരെ എറിയുകയായിരുന്നു. തീ പടരുന്നത് കണ്ട അയൽവാസി പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചു. ഒരു 3:45 സമയത്ത് എൻ്റെ മരുമോൻ ഇവിടുന്ന് പന്നിഫാമിലേക്ക് പോകാൻ വേണ്ടി വണ്ടിയായിട്ട് വരുമ്പോൾ ഈ തീ കണ്ടുകൊണ്ട് ആളില്ലല്ലോ എന്ന് കരുതി അവൻ ചവിട്ടി നിർത്തി തിരിഞ്ഞു നോക്കിയോ വീട് കത്തിക്കൊണ്ട് നിൽക്കുക. നമ്മുടെ ആളുകളെ ആരും കാണുന്നില്ല. പെട്ടെന്ന് തന്നെ അടുത്തുള്ള ആളുകളെയും വിളിച്ച ആളുകളെയൊക്കെ വിളിച്ച് പറഞ്ഞ് സ്റ്റേഷനിലേക്ക് ഫയർഫോഴ്സ് വന്നാൽ തീ അണച്ചത്. സന്തോഷിന്റെ ഭാര്യ മാതാവ് കൊച്ചുമലയിൽ അന്നക്കുട്ടിയുടെ വീട് പൂർണ്ണമായും കത്തി. ജിൻസിന്റെ വീട് ഭാഗികമായി നശിച്ചു. സംഭവ സമയത്ത് 2 വീടുകളിലും ആളില്ലാത്തത് ദുരന്തം ഒഴിവാക്കി. ആക്രമണത്തിന് ശേഷം പ്രതി ബൈക്കിൽ സ്ഥലം വിട്ടു. കേരള തമിഴ്നാട് അതിർത്തിയായ ബോഡിമെട്ടിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. ജൂൺ 5-ന് അന്നക്കുട്ടിയെയും ചെറുമകൾ 2 വയസ്സുകാരി ലിയയെയും സന്തോഷ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ചിരുന്നു. അന്ന് പരിക്കേറ്റ അന്നക്കുട്ടി ചികിത്സ കഴിഞ്ഞെത്തിയെന്ന് കരുതിയാണ് വീണ്ടും സന്തോഷ് ആക്രമണം നടത്തിയതെന്ന് പോലീസ്. പ്രതി തമിഴ്നാട്ടിൽ ഒളിവിൽ താമസിക്കുകയാണ്. പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. ഇന്നലെ വീണ്ടും പ്രതി ഈ വീട്ടിലോട്ട് വന്നിട്ട് പെട്രോൾ ഒഴിച്ചിട്ട് വീട് കത്തിച്ചൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. തുടർന്ന് പ്രതി തമിഴ്നാട്ടിൽ വീണ്ടും ഒളിവിൽ പോകുന്നതായിട്ടുള്ള രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് തേനി പോലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പ്രതി നമ്മൾ കസ്റ്റഡിയിലെടുത്തുള്ളത്. അമ്മയുടെ നിർദ്ദേശപ്രകാരം ഭാര്യ പ്രിൻസി വിവാഹമോചനം ആവശ്യപ്പെട്ടതാണ് സന്തോഷിനെ പ്രകോപിപ്പിച്ചത്. പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്ത ശേഷം കോടതിയിൽ ഹാജരാക്കി. 24 ഇടുക്കി.